ബഹുമാനപ്പെട്ട വൈദികരെ, പോരുക്കര കോളേജിലെ അധ്യാപകരെ, പോരുക്കര കോളേജിൽ നിന്നും പടിയിറങ്ങുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ. നിങ്ങൾക്ക് കൈകളുണ്ട്, എന്നാൽ എനിക്ക് കൈകളില്ല. നിങ്ങൾക്ക് കാലുകളുണ്ട്, എന്നാൽ എനിക്ക് കാലുകളില്ല. നിങ്ങൾക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, എന്നാൽ എനിക്ക് അപ്പനും അമ്മയും ഇല്ല. ഒരുപക്ഷെ വല്ല നായ്ക്കളോ മറ്റു മൃഗങ്ങളോ ഒരു നേരത്തെ ഭക്ഷണത്തിനായി എന്നെ ഭക്ഷിച്ചേനെ. പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ല. ദൈവത്തിന്റെ മാലാഖമാരായ സിസ്റ്റേഴ്സ് എന്നെ ഏറ്റെടുത്ത് സംരക്ഷിച്ചു. ആദ്യം കുന്നന്താനത്തുള്ള LSDP സഭാംഗമായ സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റിയുടെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ലിറ്റിയമ്മയുടെ സംരക്ഷണത്തിലും അവിടുത്തെ ചേച്ചിമാരുടെ സ്നേഹത്തിലും ഞാൻ കഴിഞ്ഞുകൂടി. ഇപ്പോൾ തെള്ളകത്തുള്ള അമ്മ വീട്ടിൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ചൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടുന്നു. ഞാൻ മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് വിഭാഗം 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ കലാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നാം നേരിടേണ്ട 4 സത്യങ്ങളെക്കുറിച്ചാണ്. ദൈവം നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകും. അതാണ് നമ്മുടെ വിധി. അതിൽ നാം വിശ്വസിക്കണം. 1ാമത്തെ സത്യം നമ്മുടെ ജനനമാണ്. നമ്മൾ ഓരോരുത്തരും ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ദിവസം, ഇന്ന സമയത്ത്, ഇന്ന സ്ഥലത്ത്, ഇന്ന മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നു അല്ലെങ്കിൽ ജനിച്ചു എന്നുള്ളത് ദൈവനിശ്ചയമാണ്. എന്നെ എന്തുകൊണ്ട് അംബാനിയുടെ മകനായി ജനിപ്പിച്ചില്ല എന്ന് പരാതിപ്പെടുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല. എന്നെ എന്തുകൊണ്ട് കൈയും കാലും ഇല്ലാത്തവനായി സൃഷ്ടിച്ചു എന്ന് പരാതിപ്പെടുവാൻ എനിക്ക് അവകാശമില്ല. കാരണം ഇതെന്റെ തലവരെയാണ്. ഇത് നാം സ്വീകരിക്കണം. 2ാമത്തെ സത്യം നമ്മുടെ ജീവിതാന്തസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്ത് ജീവിക്കണം എന്നത് ദൈവനിശ്ചയമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡോക്ടർമാരായ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർഷകരായ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അച്ഛന്മാരായ, ഡോക്ടർമാരുടെ പണി ആര് ചെയ്യും? കർഷകരുടെ പണി ആര് ചെയ്യും? സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ച് ദൈവം ഓരോരുത്തർക്കും ഓരോ ജീവിതാന്തസ്സ് നൽകുന്നു. അത് നാം സ്വീകരിച്ചേ പറ്റൂ. BCAക്കും BCOമിനൊക്കെ പഠിച്ച നിങ്ങൾ പഠിച്ചതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലിയിലായിരിക്കും ചിലപ്പോൾ പ്രവേശിക്കുക. അത് ദൈവനിശ്ചയമാണ്. അത് നിങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ. 3ാമത്തെ സത്യം നമ്മുടെ വിവാഹമാണ്. നമ്മുടെ ജീവിതസഖിയായി ആര് വരും, നാം ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്.